മോർണിംഗ് കൂട്ടങ്ങളെ ചാൻസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. നമ്മൾ വർഷം തുടങ്ങിയപ്പം ഇത് നമ്മളൊരു എവറി ഡേസ് ചാൻസ് ടു ബി ബെറ്റർ 2025 ഇയർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ചെറിയൊരു പ്രോഗ്രസ് കാർഡ് പോലെ നമ്മളിത് കാണിക്കുകയാണ്. നോ ആൽക്കഹോൾ 1/1/2025 to 30/12 സോ ഫാർ, അതായത് ഇന്ന് 25 ജാനുവരി 25 ഡേയ്സായി. പിന്നെ അങ്ങനെ ആൽക്കഹോൾ അങ്ങനെ കോമൺ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതങ്ങനെ വലിയൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് നോ ഫോൺ ഓൺ ബാത്റൂം 15 ഡേയ്സ് സ്റ്റാർട്ടിങ് ഫ്രം 4/1/2025 മുതൽ 19/1/2025 വരെ. ആ ടാർഗറ്റ് നമ്മൾ ഏതൊക്കെയാലും മീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ആളുകൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ബേസിക്കലി ഫോണ് ഇടയ്ക്ക് പോകാൻ നേരത്ത് നമ്മൾ ജസ്റ്റും ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഇടയ്ക്ക് ഫോണുമായിട്ടായിരുന്നു യൂസ് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 19/1/2025 വരെ നമ്മൾ റെസൊല്യൂഷൻ ബ്രേക്ക് ചെയ്തു. ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല ഒന്നുമില്ല. ടൈം പീരീഡ് കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ടൊന്നുകൂടെ കയറ്റി തുടങ്ങിയായിരുന്നു. പക്ഷേ ആ ഒരു പീരീഡ് നമ്മൾ ഏതൊക്കെയാലും പ്രോപ്പറായിട്ടാണ് പോയത്. അപ്പോൾ നമ്മളിനിയിപ്പം എന്നൊക്കെല്ലാം ഒന്നുകൂടി എഴുതി ചേർക്കുന്നുണ്ട്. കാര്യം ഫോൺ ബാത്റൂമിലുള്ളതിനെക്കാട്ടും ഇല്ലാത്തതന്നെയാണ് ശരിക്കും കംഫർട്ടബിൾ. പിന്നുള്ളതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചു, അത് ബ്രദർ മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് വായിച്ചു തുടങ്ങണം. ബുക്ക് വിങ്സ് ഓഫ് ഫയർ അത് പറഞ്ഞ് മേടിക്കണം. പിന്നെയുള്ള ബക്കറ്റ് ലിസ്റ്റ്, ആൽക്കമിസ്റ്റ്, പോയിലോ അങ്ങനത്തെ 1-2 റെഫറൻസസ് ആയിട്ട് പറഞ്ഞിരുന്ന വായിക്കാൻ നല്ല എൻ്റെ സിസ്റ്ററിനോട് അടുത്ത് ചോദിച്ചപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞത് കാര്യം റെഫറൻസിന് തന്നാണ്. അപ്പം ഒരു 6 months ഗ്യാപ്പിൽ അതോടൊന്ന് വായിച്ച് തീർക്കാമെന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 kilometer വോക്ക് ഫോർ 15 ഡേയ്സ് സ്റ്റാർട്ടിങ് ടുമോറോ, അതായത് 13/1/2025 മുതൽ 27/1/2025 വരെ. പിന്നെ 15 പുഷപ്സ് ഫോർ 15 ഡേയ്സ്, ചെയർ ലെഗ് റേസ്, അതായത് നമ്മൾ ഈ ചെയറിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 2 വർക്കൗട്ട്സ് ആയിരുന്നു അത്. പക്ഷേ നമ്മൾ 13, 14, 15, 16 4 ദിവസം പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റു നടക്കാൻ പോയി. നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു, സെബിൻ എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, അവനെ കൂട്ടിയാണ് പോയത്. പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കാലുവേദന കൂടി ഒന്ന് കൺസൾട്ടിങ് ചെയ്യാൻ ചെറിയ രീതിയിൽ യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടെന്ന്. അപ്പോഴത്തേനും നടത്തം വർക്കൗട്ട് ഇച്ചിരി കുറഞ്ഞോളം വന്നു. അപ്പോൾ അത് മാത്രം പെൻഡിങ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തേനുള്ള 2 കിലോമീറ്റർ വെച്ചല്ല പറഞ്ഞേക്കുന്നത്, ദിവസം 2 കിലോമീറ്റർ വെച്ച് ഫുള്ള് കടം തീർത്തേച്ചേ നമ്മൾ ഈ റെസൊല്യൂഷൻ തീർക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു എന്തെങ്കിലും സജഷൻസോ അപ്ലൈ ചെയ്യാൻ പറ്റിയ എല്ലാവരെ കൊണ്ടും ഒരു സുപ്രഭാതത്തിൽ നന്നാകുക എന്നുള്ളതല്ല, നമ്മൾ ജസ്റ്റ് ബേബി സ്റ്റെപ്സ് എന്നൊക്കെ പറയുമല്ലേ, ചെറിയ രീതിയിൽ യു ഓൾ ഹാവ് ടു സ്റ്റാർട്ട് സംവെയർ റൈറ്റ്. സോ നമുക്ക് ഒരു ബേബി സ്റ്റെപ്സായിട്ട് 5 ദിവസം 10 ദിവസം, ഇപ്പോൾ തീർത്ത് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് 3 അല്ലെങ്കിൽ 4 ദിവസം ആദ്യം ഒരു കിക്ക് സ്റ്റാർട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പയ്യെ പേസ് എല്ലാം എന്നുണ്ടെങ്കിൽ ഡേയ്സ് ഇങ്ങനെ കൂട്ടി വരിക. ഇപ്പം നടത്തുവാണെന്നുണ്ടെങ്കിൽ ആദ്യം നടത്തമാവാം, പിന്നെ ജോഗാവാം, സ്പ്രിൻറ്റ്, പിന്നെ അത് കഴിഞ്ഞാൽ സൂയിസൈഡ്സ്, അങ്ങനെ ഒത്തിരി കാര്യം ബാസ്കറ്റ് ബോളിൻ്റെ അകത്തുള്ളൊരു വർക്കൗട്ട് ഫോമാണ്. അപ്പം അങ്ങനെ നമുക്ക് പേസ് ഡെവലപ്പ് ചെയ്ത് വെച്ച് വേണേൽ കൂട്ടിക്കൊണ്ടുവരാം. അപ്പം ഒരു റെസൊല്യൂഷൻ സജഷൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അങ്ങനെ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. Thanks for watching. Bye.